കർണാടക ധർമ്മസ്ഥലയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുഴിച്ചു മൂടിയ തെളിവുകൾ ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു. ന്യൂസ് 18 കേരളമാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. വർഷങ്ങൾക്ക് ശേഷം മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തൽ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. പോയിന്റ് 6 നിന്നാണ് മനുഷ്യാസ്ഥികൾ കണ്ടെത്തിയത്. ലഭിച്ചത് തലയില്ലാത്ത അസ്ഥികൂടമാണെന്നാണ് പ്രാഥമിക വിവരം. സാക്ഷിയായ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിലാണ് പരിശോധന. സത്യമേവ ജയതേ എന്ന അഭിഭാഷകൻ മഞ്ജുനാഥിന്റെ വാർത്താക്കുറിപ്പും പുറത്തു വന്നിരുന്നു. വിവരങ്ങളുമായി KV ബൈജു ധർമ്മസ്ഥലയിൽ നിന്ന് ചേരുന്നുണ്ട്. അതോടൊപ്പം KP അഭിലാഷുമുണ്ട്. ആദ്യം ബൈജുവിലേക്കാണ്. ബൈജു, ആഴ്ചകൾക്ക് മുൻപാണ് ന്യൂസ് 18 കേരളം ഈ വാർത്ത ധർമ്മസ്ഥലയിലെ ആ രഹസ്യങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിയത്. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ, അതായത് 1995 മുതലുള്ള കാലയളവിൽ 20 വർഷ കാലയളവിനിടെ 100-ലധികം പെൺകുട്ടികളെയും യുവതികളെയും കൊന്നു കുഴിച്ചു മൂടി എന്ന വെളിപ്പെടുത്തൽ തുടക്കത്തിൽ ഒരു കെട്ടുകഥ പോലെ തോന്നിയെങ്കിലും ഒടുവിൽ അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നിർണായകമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 2 ദിവസമായി 5 ഇടങ്ങളിൽ 5 പോയിന്റുകളിൽ പരിശോധന നടത്തിയപ്പോഴും ഒന്നും കണ്ടെത്താൻ കഴിയില്ല. ആദ്യഘട്ടത്തിൽ ഇയാളുടെ വെളിപ്പെടുത്തൽ അതൊരു കെട്ടുകഥയാണോ നുണയാണോ എന്ന രീതിയിലുള്ള പല സംശയങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഒടുവിൽ അവിടെ നിന്നും മനുഷ്യാസ്ഥികൾ, അതും പുരുഷൻ്റെതാണെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള അസ്ഥികൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും പരിശോധന തുടരുകയാണോ? ഇന്ന് അവിടെ നിന്നും എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിയിരിക്കുന്നത്? ഒരു വ്യക്തിയുടെ, അതായത് ഒരു പുരുഷന്റെ മാത്രം അസ്ഥികൂടമാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ബൈജു, ടോമെ, ഒരു സ്പോർട് ന്യൂസിലാണ് ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ തുടക്കം. അത് കൃത്യമായി ഓർമ്മയുണ്ട്. പ്രദീപ് സി നെടുമണ്ണാണ് ഇത്തരത്തിലൊരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത് നമ്മൾ നിരന്തരം വാർത്തയാക്കുന്നു. പിന്നീട് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ഇത് അവിശ്വസനീയമായിരുന്നു. ഇത് സത്യാവസ്ഥ എന്നറിയാൻ ന്യൂസ് 18 സംഘം ധർമ്മസ്ഥലയിൽ എത്തുന്നു. ധർമ്മസ്ഥലയിൽ എത്തിയപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധി നമ്മൾ നേരിടുന്നു. ഇവിടെ റിപ്പോർട്ടിങ്ങിന് പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥ, വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന ഇരകൾ, ഒരു കൂട്ടം നിസ്സഹായരായ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ, അങ്ങനെ വലിയ പ്രതിസന്ധിക്ക് നടുവിൽ നമ്മൾ നിരന്തരം ഇവർക്ക് ധൈര്യം പകർന്നു, വാർത്തകൾ നൽകി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ദൃശ്യങ്ങൾ കാട്ടിത്തരും ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലെ സത്യം. ഇവിടെ നിന്നും ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 6ാമത്തെ പോയിന്റാണ് ഇത്. ഈ 6ാം പോയിന്റിൽ രാവിലെ 11 മണിയോടുകൂടിയാണ് പരിശോധന നടത്തിയത്. 6ാം പോയിന്റിൽ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 2 അടി താഴ്ചയിലാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം ഇവർ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് തെളിവുകൾ നശിപ്പിക്കാത്ത രീതിയിൽ വളരെ ശ്രദ്ധാപൂർവം ഈ അസ്ഥികൂടം പുറത്തേക്കെടുക്കുമ്പോഴേക്കും ഇതിന് തല ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇതൊരു പുരുഷന്റേതാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഫോറൻസിക് പരിശോധന നടക്കേണ്ടതുണ്ട്, അത്തരം സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും ടോമെ, ഇതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം SITയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇതിപ്പോൾ കഴിഞ്ഞ 5 പരിശോധന നടന്നതും നമുക്ക് ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയാത്ത രീതിയിൽ വനത്തിനകത്തും നമുക്ക് കയറി ചെല്ലാൻ, അതായത് നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല ആ സ്ഥലങ്ങളിൽ. പക്ഷെ ഇത് ഇപ്പോൾ കാണുന്ന ദൃശ്യം പുഴയുടെ മറുകരയിൽ നിന്നും, നേത്രാവതി പുഴയുടെ മറുകരയിൽ നിന്നും ചിത്രീകരിക്കുന്നതാണ്. ഇതിന് നേരെ മറുകരയായി ഒരു വനപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് ഇയാൾ കുഴിച്ചിട്ടെന്ന് പറയുന്നത്. ഏകദേശം റോഡിൽ നിന്നും 1 കിലോമീറ്റർ കഷ്ടി ദൂരം നടന്നാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്താം. ഇതിന് തൊട്ടടുത്ത് 1/2 കിലോമീറ്ററിലാണ് 8ാമത്തെ പോയിന്റ് ഉള്ളത്. 7ഉം 8ഉം. ഈ 8ാമത്തെ പോയിന്റ് ടോമെ അതിനിർണായകമാണ്. കാരണം അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ഒഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. അതായത് റോഡിന് തൊട്ട് ചേർന്ന്, ഇന്നലെ ടോമെ നമ്മൾ തത്സമയം സ്പോട്ട് ലൈവ് ചെയ്ത സ്ഥലമാണ്. അത് റോഡിന് തൊട്ട് സമീപത്താണ്. അവിടെ ഈ വാഹനങ്ങൾ എത്തിക്കുന്ന മൃതദേഹം അപ്പാടെ അവിടെ കുഴിച്ചു മൂടുന്ന സാഹചര്യമായിരുന്നു. ഏതായാലും ഈ സാക്ഷി ഓരോ ഘട്ടങ്ങളിലും പറയുന്നുണ്ടായിരുന്നു, താൻ പറയുന്നത് സത്യമാണ്, അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ കുഴിച്ച് നിങ്ങൾ പരിശോധിക്കൂ. ഇതിന് തെളിവിനായി ഇത്തരത്തിലൊരു തലയോട്ടി കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു തലയോട്ടിയുമായി കോടതിയിൽ ഹാജരായെന്നാണ് അന്ന് മജിസ്ട്രേറ്റ് അയാളോട് ചോദിച്ചത്. ഇത് തെളിവിനായി താൻ എടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പറയും. പിന്നീട് അത് ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അത് സംബന്ധിച്ച് ഇത് ആരുടേതാണ്, അതല്ലെങ്കിൽ എത്ര പഴക്കമുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഫോറൻസിക് പരിശോധനയിൽ പുറത്തു വരും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ തലയോട്ടി, അല്ലെങ്കിൽ ഈ തലയോട്ടി ഇല്ലാത്ത ബാക്കി മനുഷ്യന്റെ അസ്ഥികൂടം, ഇത് ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തിരോധാനവുമായി ബന്ധപ്പെട്ട് പരാതി കേൾക്കാൻ
ധർമ്മസ്ഥലയിൽ നിന്നും ഇങ്ങനെ നേരിട്ട ഏതെങ്കിലും പീഡനങ്ങൾ അത് സംബന്ധിച്ച് പരാതി കേൾക്കാൻ ഒരു കേന്ദ്രം തുറന്നത്. അവിടെ ആ ഹെൽപ്പ് ലൈനിൽ സൂചിപ്പിച്ചതുപോലെ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ പുറംലോകമറിയാതെ കത്തിക്കാനും കുഴിച്ചു മൂടാനും താൻ നിർബന്ധിതനായിട്ടുണ്ടെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. അതായത് 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ധർമ്മസ്ഥലയിലും സമീപ പ്രദേശങ്ങളിലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ താൻ കത്തിച്ചതെന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞത്. പിന്നീട് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയില്ല. പിന്നീട് കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. അതിനുശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അവിടെ പരിശോധന തുടരുന്നു. 3-ാം ദിവസമാണ് നിർണായക തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത്. KP അഭിലാഷ് കൂടി ചേരുന്നുണ്ട്. അഭിലാഷ്, ഇവിടെ 13 പോയിന്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ സർക്കാർ ഭൂമിയുണ്ട്, വനഭൂമിയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ 2 സ്ഥലങ്ങൾ, അതായത് സർക്കാർ ഭൂമിയിലും വനഭൂമിയിലുമാണ് നിലവിൽ 13 പോയിന്റുകൾ. അതുകൂടാതെ ഇയാൾ പറയുന്നതനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ള ഭൂമി, മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി, ഇവിടെയൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുണ്ട്. നിലവിൽ എങ്ങനെയാണ് ഈ അന്വേഷണം നടക്കുന്നത്? മാത്രമല്ല ഇപ്പോൾ ഒരു മൃതദേഹ അവശിഷ്ടം, ഒരു അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും തുടർ പരിശോധനകൾ? അത് പുരുഷൻ്റെതാണെന്ന പ്രാഥമിക നിഗമനമാണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനകൾ എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്, അഭിലാഷ്? ടോം, നേരത്തെ KV ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 ഏറ്റവും എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളും പങ്കുവെക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകരോട് ആവർത്തിച്ച് പറയേണ്ടത് ഇത് ന്യൂസ് 18 എന്ന വാർത്താ സംഘം നടത്തിയിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ കൂടി ഫലം കാണുന്നു എന്നുള്ളതാണ്. അതായത് ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷവും നമ്മുടെ ഭരണകൂടങ്ങളുടെയും അതോടൊപ്പം തന്നെ നിയമ സംവിധാനത്തിൻ്റെയും ഒക്കെ മെല്ലെപ്പോക്കാണ് ഉണ്ടായത്. അവിടെയായിരുന്നു ന്യൂസ് 18 കേരളം കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും തുടർച്ചയായി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് അടക്കം എത്തിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് എടുത്തു പറയേണ്ടത് ഇപ്പോൾ ടോം നമ്മൾ പങ്കുവെക്കുന്ന ദൃശ്യങ്ങൾ എന്നതുപോലും ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ KV ബൈജു കൃത്യമായി ഓർമ്മപ്പെടുത്തിയതാണ്. അതായത് അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് അവിടെ പരിശോധന നടത്തുന്നത്. അതൊരു പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ SIT സംഘത്തെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ ശേഖരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ന്യൂസ് 18 പിന്നാലെ മറ്റു മാധ്യമങ്ങൾ കൂടി ഈ വാർത്ത ഏറ്റെടുത്തതോടുകൂടി ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നതും എല്ലാം നിർത്തലാക്കിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെയാണ് ന്യൂസ് 18 ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും വിവരങ്ങൾ KV ബൈജു നൽകിക്കൊണ്ടുമിരിക്കുന്നത്. അക്കാര്യം ബൈജു നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അതായത് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന ഇടത്തേക്ക് വാർത്താ സംഘത്തിനോ അല്ലെങ്കിൽ ക്യാമറാമാനോ ഒന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതാണ് നമ്മൾ ദൂരെ സ്ഥലത്ത് നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കൃത്യമായി പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പരിശോധന ഇപ്പോൾ നടന്നിട്ടുള്ള 6, അതായത് ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ 13 സ്ഥലങ്ങൾ ആണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന്